റജബ് കഴിഞ്ഞാൽ പിന്നെ റജബിലെ ഞങ്ങൾ അള്ളാഹുവിനൊട്ടിಗೆ കേൾക്കുക തുടങ്ങി. അങ്ങനെ റജബ് തിങ്കൾ കഴിഞ്ഞിട്ട് നമുക്ക് ശഅബാൻ പാതി കഴിഞ്ഞിട്ട് ബറാത്ത് ചെയ്ത് പുണ്യമേറിയ രാത്രി നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് ഇനി നിങ്ങൾ കാത്തുകൊണ്ടുള്ള ഒരു മുഅ്മിനായ ഒരു മനുഷ്യ ഏറ്റവും ജീവിതത്തിൽ സന്തോഷിക്കടെ, അല്ലെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു റമളാൻ തിങ്കൾ വന്നുകൊണ്ടുണ്ടായിട്ട് അപ്പോൾ ഈ റമളാൻ വരുമ്പോൾ അധികം ഞങ്ങൾ മുന്നോളായിട്ട് ഈ ശഅബാൻ തിങ്കളിൽ ഞങ്ങൾ സ്വലാത്ത് വാർഷിക വെച്ചില്ല. ഈ സ്വലാത്തിലെ മഹത്വം ഉണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എത്ര മഹത്വമേറിയ ഒരാളായിട്ട് ഇതിലെ ഞങ്ങൾക്ക് അർത്ഥമാവും. ഹബീബ് തങ്ങളെ പേരിൽ ഞങ്ങളുടെ സ്വലാത്ത് ചൊല്ലുമ്പോൾ, അല്ലെങ്കിൽ ചൊന്ന ആൾമാർ കൂടെ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസിന് ക്ഷീരണി കൊണ്ടുവന്ന, അതുപോലെ സ്വലാത്തിന് സംഭാവന തന്ന ദ്വാരക്കും നിയത്താക്കി എത്ര ആൾമാരെ ചൊന്ന മുറാദൽ ഹാസിലായത് നമുക്ക് ചൊന്ന ആൾമാരുള്ള ചൊല്ലിൽ നിനത്തുണ്ട്. കാരണം സ്വലാത്ത് ചൊല്ലി അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലായിട്ട് കിടന്നങ്ങ ചൊല്ലി. അത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധ്യമുണ്ട്. നാണ് ഫസ്റ്റ് ഓതി വെച്ച ഒരു ആയത്ത്, ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ചൊല്ലുന്നത് അല്ലാഹു അവിടുത്തെ മലായികത്തുള്ള നബി തങ്ങൾക്ക് അവിടുത്തെ സ്വലാത്ത് ചൊല്ലുന്നു. ആ സ്വലാത്ത് ചൊന്നെങ്കിൽ അവിടുത്തെ എല്ലാ സന്തോഷവും അവിടുത്തെ കൊണ്ടു ഹബീബ് തന്നെ ചൊന്നെങ്കിൽ അല്ലാഹു ഏറ്റവും പരിശുദ്ധ ഒരാളായിത്തീരും. അതിൽ പിന്നെ ഞങ്ങൾക്ക് ചൊല്ലുന്നു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഞങ്ങളും സ്വലാത്ത് അങ്ങനെ ചൊല്ലുന്നു. എത്രമാ സ്വലാത്ത് ധാരാള രീതിയിലുള്ള സ്വലാത്തുകളുണ്ട്. ഈ സ്വലാത്ത് ഒരു നാളിൽ ഞങ്ങൾ പ്രത്യേകിച്ചിട്ട് ഓരോരോ നിസ്കാരത്തെ കഴിഞ്ഞാൽ പിന്നെ ഒരു 3 സ്വലാത്ത് ചൊല്ലുക. അതിൽ പിന്നെ ഉറങ്ങുമ്പത്തും ഒരു സ്വലാത്ത് ഒരു 3 അല്ലെങ്കിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലിട്ടായെങ്കിൽ ഞങ്ങളുടെ ജീവിതം ഉറങ്ങുമ്പത്തും ലാസ്റ്റാവണം. കാരണം ഉറക്കി ചൊല്ലിയത് ഒരു മനുഷ്യരുടെ ഒരു ദുനിയാവിലൊരു ചെറിയൊരു ഒരു ഉറക്കി ചൊല്ലിയത് ഒരു മരിപ്പിന് സമാനായിട്ട് കിടന്നിട്ട് ഞങ്ങൾക്ക് മഹന്മാർ പഠിപ്പാടില്ല. കാരണം ആ ഉറങ്ങുമ്പത്തും ചൊല്ലണമായ അത് എല്ലാം മരിപ്പിന് നിലപ്പാക്കിടായിട്ടിക്കിടും. കാരണം ഒരാൾ ഉറങ്ങിപ്പോയെങ്കിൽ അവന്റെ മുട്ട എന്തെല്ലാം ചിലപ്പോൾ നടക്കിടുണ്ട് ചില ആളുകൾ ഉണ്ടാവില്ല. കാരണം ഉറക്കി ചൊല്ലിയത് അവന്റെ ആ ശരീരമേ ഒന്ന് മയങ്ങിപ്പോണ്ട് എന്തും അനക്കമേ ഇല്ലാണ്ടാവും. അതുപോലത്തെ ഒരു വലിയൊരു ജീവിതത്തിന്റെ അവസാനമായ ഒരു മരണം ഞങ്ങളെ പെറുകൊണ്ടുകൊണ്ട് നമുക്ക് ആ ഉറക്കി ഞങ്ങൾക്ക് സൂചിപ്പിക്കരുത്. അതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സ്വലാത്തിലെ മജ്‌ലിസിലുള്ളത് വലിയൊരു മഹത്വമുള്ള വിഷയമായിരിക്കും. ആ സ്വലാത്ത് ഞങ്ങൾ പതിവായി ചൊല്ലേണ്ട സ്വലാത്തുകളുണ്ട്. അത് എപ്പോഴും ചൊല്ലേണ്ടാവും. ഏത് ബിസിയല്ലെങ്കിലും സ്വലാത്ത് ചൊല്ലത് ഇല്ലാത്ത തീര. കാരണം മഗ്‌രിബ് ഇശായിൽ പിന്നെ ചില സൂറത്തുകളെല്ലാം പതിവായി മാറലുണ്ട്. ആ സ്വലാത്ത് അല്ലെങ്കിൽ ആ ഖുർആൻ നമുക്ക് ആ സൂറത്ത് ഓതിയില്ലെങ്കിൽ അണ്ടത്തെ ഒരു നാളിൽ സമാധാനമില്ല. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ അത് പതിവായി പോയി. അതുപോലെ ഞങ്ങളെ സ്വലാത്തിലെ മജ്‌ലിസ് വാറത്തിലും വണ്ടാൽ മാറി അങ്ങൊരു വാറ പകുതി പറയാമ്പത്തും സ്വലാത്തിൽ വന്നില്ലെങ്കിൽ വലിയ ടെൻഷനായിട്ടിരിക്കും. കാരണം ആ സ്വലാത്തിലെ മജ്‌ലിസിൽ കൂടിയിട്ട് അതിനെ ആ ഒരു രസം കിട്ടും. അതിന് ആ ഒരു മഹബ്ബത്ത് കിട്ടുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ തിർസ മനസ്സിൽ വരുമ്പോൾ നബി തങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങൾക്കൊട്ടിയും അവിടുത്തെ മഹബ്ബത്ത് കിട്ടും. ആ മഹബ്ബത്ത് കിട്ടണമെങ്കിൽ ഞങ്ങൾ സ്വലാത്ത് കൂടാണ്ട് വാർത്തിൽ നടക്കുന്ന സ്വലാത്തിന് വേഗമേ ബന്ധ സജ്ജീകരണം അധികമായിട്ട് ഒരു ഒടുകേണ്ടതിന് ഞങ്ങൾ മീസലിടണം. കാരണം സ്വലാത്ത് ചൊല്ലി ഞങ്ങൾക്ക് ദുനിയാവിൽ മാത്രം സലാമത്താവുള്ളൂ. അതല്ല ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഖിറത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഉപകാരം കിട്ടണമെങ്കിൽ, അവിടുത്തെ ഷഫാഅത്ത് കിട്ടണമെങ്കിൽ, അവിടുത്തെ മഹബ്ബത്തിലായി നിങ്ങൾക്ക് ഒരു പരിചയം വേണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മരിച്ചിട്ട് ഖബറിൽ നിങ്ങളെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ ഇത് ആരുടെ ഒരു ഫോട്ടോ കാട്ടിത്തല്ലെങ്കിൽ ഹബീബായ തങ്ങൾ ഇങ്ങനെ കാട്ടിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചൊല്ലത് സാധ്യമാവുന്നു. ആദാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിൽ വേണ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി മഹബ്ബത്തോടത്തെ ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ മാത്രം ഞങ്ങൾ സീനിത്താക്കുകയാണ്. ഞങ്ങളെ മഹബ്ബത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഫുള്ളായി ഹബീബായ തങ്ങളെ മഹബ്ബത്ത് വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
നൽകട്ടെ. സ്വലാത്തിലെ മഹത്വം ചൊന്നെങ്കിൽ ചൊമ്മനാരല്ലോ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് റമളാന്റെ വിഷയം ഉസ്താദിക്ക് ചൊല്ലുകൊള്ളത് കൊണ്ടാണ് ചൊമ്മനാറ് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ബാങ്ക് ആയത് ദർസ് വിദ്യാർത്ഥികൾക്ക് എക്സാം എല്ലാം നടന്നു. സ്കൂളിൽ എക്സാം പുറകായി, അതുപോലെ എക്സാം എഴുതി കഴിഞ്ഞു ദർസിൽ വിട്ട് വരാത്ത വലിയ വലിയ മക്കൾ എക്സാം കഴിഞ്ഞു റിസൾട്ട് കാക്കടയും കൊണ്ട് അങ്ങനെ ഓരോരോ എക്സാമും ജീവിതത്തിൽ എഴുതിനായിട്ടിക്കടി ഞങ്ങളെ മക്കളും ഞങ്ങളും. അതുകൊണ്ട് എക്സാമുള്ള വെറുപത്ത് ചില ടെൻഷനുള്ള മക്കൾ യാറാവും. അപ്പൊ ഞങ്ങൾ മക്കൾക്ക് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലുക. അതുപോലെ നിസ്കാരം കൃത്യമായി തന്നെ നിസ്കരിക്കലാവണം. ഞങ്ങളെ മക്കളും അതുപോലെ ആവും. കാരണം ശഅബാൻ തിങ്കളിൽ ചൊല്ലിയത് സ്വലാത്തിലെ തിങ്കളിൽ ഞങ്ങൾ പഠിച്ചിരാം. ആ സ്വലാത്തൊന്നും നിങ്ങളെ ജീവിതത്തിൽ രൂപയാക്കുക, ഞങ്ങൾ ആദത്താക്കുക പഠിക്കും. ഈ ശഅബാനിൽ ഞങ്ങൾ തുടക്കം കുറിക്കും. അങ്ങനെ ദർസ് ജീവിതത്തിൽ ഒരു വർഷത്തെ അധ്യായം ശഅബാൻ തിങ്കളിൽ എക്സാം കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് നാറാസക്ക് ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഒരു യാത്രകളെ പോലുള്ളത് കൊണ്ട് സിയാറത്തുകളെ പോലുള്ളത് കൊണ്ട് ഞങ്ങൾ നാറാസ് 2 മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഞങ്ങളെ മക്കൾക്ക് ദർസിലെ മക്കൾക്ക് റജ കൊടുക്കുവാൻ തീരുമാനിച്ചില്ല. ഇൻഷാ അല്ലാഹ് എല്ലാ ആളുകളും കൂടും. കാരണം ദർസ് റജ കൊടുക്കുന്നതും ദർസ് തുടങ്ങുന്നതും അത് ഇൽമിന്റെ ഒരു തുടക്കമായിട്ട്, അതുപോലെ അവസാനിച്ചിട്ട് വർഷത്തെ അവസാനാമത്ത് ഒരു ദ്വാരക്കുമത്തുകള്ള അതിന് വലിയ ഇജാബത്തുള്ള മജ്‌ലിസായിട്ടിക്കട്. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് ഒരു ദർസ് റജ കൊടുക്കുമ്പോൾ പണ്ടുള്ള വലിയ വലിയ മുതാലിമിനെ പഠിക്കുന്ന ദർസിൽ റജ കൊടുക്കുമ്പോൾ വലിയ വലിയ വാർഷികങ്ങളിലാക്കിയിട്ട് അതെല്ലാം വലിയ നിലപ്പാവും. കാരണം അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ആൾമാർ പാലക്കാട് അല്ലെങ്കിൽ പരിസരങ്ങളിലെ ചൊല്ലെങ്കിൽ എന്ത് ചൊല്ലെങ്കിൽ അപ്പമേ എത്ര ദർസ് തുടങ്ങുമ്പോഴത്തും അതുപോലെ കഴിഞ്ഞ വർഷം ദർസ് റജ കൊടുക്കുമ്പോഴത്തും എല്ലാവരും മാറി എത്തിയിട്ട് ആണിങ്ങളെല്ലാം സഹകരിക്കണമെങ്കിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോ ഞങ്ങളെ ഇൻഷാ അല്ലാഹ് ദർസ് റജ കൊടുക്കുന്നത് നാറാസ് 2 നിങ്ങളെ സൗകര്യത്തിന് വേണമായിട്ട്. കാരണം നാറാസ് എല്ലാവരും ഫ്രീക്കിലിടെ മഗ്‌രിബിൽ പിന്നെ എല്ലാവരും വന്നിട്ട് ആണിങ്ങൾ അതുപോലെ മക്ക ദർസിൽ പണ്ടേ മക്ക ഒരാളും കാക്കയാവാണ്ട് വന്നിട്ട് ആ ദുആവും അതുപോലെ വസിയത്തുള്ള ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അതിൽ കൂടിയിട്ട് അത് ഞങ്ങളെ പഠിച്ച ഇൽമും ഞങ്ങൾക്ക് ഉപകാരമാവും. അത് ബാപ്പു ഉമ്മടങ്ങ അധികം പ്രേരണ കൊടുക്കണം. കാരണം രജ കിട്ടി അല്ലെങ്കിൽ എക്സാം ആയിട്ട് ദർസ് രജ കിട്ടിയത് കൊടുക്കൂടാതെ ആദത്തുള്ളിൽ ചൊന്ത് കൂടാണ്ട്. കാരണം ദർസ് രജ കൊടുക്കുമ്പോൾ കയറ്റിക്കടി അതിലെ സഫലീകരണം അല്ലെങ്കിൽ സമ്പൂർണമായിട്ട് അത് പൂർത്തിയാവുക ദർസിലെ പഠിപ്പ് ചൊല്ലുന്ന എല്ലാവരും നിലപ്പിടിച്ചോളൂ. കാരണം ഞങ്ങൾ എങ്ങനെ ചൊല്ലു കൊടുത്താൽ അതുപോലെ ആയിട്ടിക്കടി ഞങ്ങളെ മക്കളും ഇക്കിടേണ്ടി പ്രത്യേകിച്ച് എല്ലാവരും നിലപ്പ് വെച്ചോളുകൊണ്ട് മാത്രം ഉണർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും അല്ലാഹു നാഫിയായി പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് റമളാൻ കണ്ടത് ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കുമ്പോൾ റമളാന്റെ മുന്നിൽ ഞങ്ങൾക്ക് യാതൊരു രോഗവുമില്ലാണ്ട് നല്ല നിലയ്ക്ക് റമളാന്റെ സ്വാഗതമാക്കിയിട്ട് റമളാൻ വന്നിട്ട് സന്തോഷമാക്കി ഞങ്ങൾ സ്വീകരിച്ചിട്ട് നല്ല നിലയ്ക്ക് നോമ്പ് പിടിച്ചിട്ട് തറാവീഹ് നിസ്കരിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് ദിക്ർ ചൊല്ലിയിട്ട് ഞങ്ങളെ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് ഒരു പോയിന്റ് ആയിട്ട് ഞങ്ങൾ പണ്ടേ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തമ ഒരു ജീവിതം ഞങ്ങളെ കാഴ്ചവെക്കുന്നു. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ചൊല്ലിട്ട് മാത്രം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിലെ മജ്‌ലിസിൽ ഞങ്ങൾ കൂടുന്നു. എപ്പോഴും വാറത്തിൽ നടക്കുമ്പോൾ സ്വലാത്തിലെ മജ്‌ലിസിൽ കൂടാണ്ടിട്ട് ഹബീബായ തങ്ങളെ ഞങ്ങൾ മനസ്സിനെ ചൂടാക്കാൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ മദീനത്തിൽ നൽകുന്നു. ചുമ്മാൽ മാറി മദീനത്തിൽ എത്തിയാൽ എന്തേ നമുക്ക് മറ്റുള്ളതായിട്ടാണ്ട് ചൊന്ത് മനസ്സിൽ നിൽക്കൂ. കാരണം ഹബീബ് തങ്ങളെ സ്വലാത്തിനെ ചൊല്ലു സ്വലാത്തി ചൊന്തു ആ മദീന മുനവ്വറയിൽ നൽകിയ സാധ്യങ്ങളെ മുഅ്മിനാത്തുകളെ. അതുകൊണ്ട് ഹബീബായ തങ്ങളെ സ്വലാത്തിനെ ചൊന്തു മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷത്തിൽ നിൽക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഈ മജ്‌ലിസിൽ വന്നങ്ങ ഇവിടെ വെച്ചങ്ങ പണ്ടങ്ങ ശേഖരിക്കണങ്ങ സഹായിച്ചങ്ങ അതുപോലെ സംഭാവന നൽകിങ്ങ പത്രി കൊണ്ടുവന്നങ്ങ ആരെല്ലാം എല്ലാവരും ഹബീബായ തങ്ങളെ അവിടുത്തെ മഹബ്ബത്ത് കാരണമായി ഞങ്ങൾക്ക് തങ്ങളുടെ സ്വർഗ്ഗത്തിന് നീ തൗഫീഖ് കൂടവനെ തൗഫീഖ് നൽകണം. ഞങ്ങളെ ബേജാറുകൾ വിഷമങ്ങൾ നീ തീർത്തു തരണം. ഞങ്ങളുടെ ഞങ്ങളെ മക്കളെ ഹബീബ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണം.
മജ്‌ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസായി നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നവർ, ഈ പള്ളി മദ്രസയെ സഹായിക്കുന്നവർ, ഞങ്ങളെ സംരംഭങ്ങളെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അതിനു വേണ്ടി ഓടി നടക്കുന്നവർ, പ്രവർത്തകർ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. നീ ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ പ്രദാനം ചെയ്യണം റഹ്മാനേ. സ്വലാത്തുകൾ ഒരുപാട് ചെല്ലാനുള്ള തൗഫീഖും മനസ്സും ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അത് കാരണമായി ദുനിയാവിലുണ്ടാകുന്ന എല്ലാ ടെൻഷനുകളും തൊട്ട് ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് മാത്രം ചൊല്ലുന്നു. എൻ്റെ രണ്ട് പളക്കത്തെ ഇബ്രാഹിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.